നമ്മുടെ ജീവിതം നമുക്ക് എളുപ്പം ജീവിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം നമ്മളോട് മിണ്ടാതെയും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാതെയും നമ്മളോട് അടുപ്പം കാണാക്കാതെയും ഇരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ. അവരുടെ തീരുമാനത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ തീരുമാനത്തിലെത്തിയാൽ മാത്രമേ അവർ പ്രോപ്പറായിട്ട് നമ്മളോട് സംസാരിക്കുള്ളൂ എന്ന് നമുക്കാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന പ്രവൃത്തിയുടെ ബേസിലല്ല. നിങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയെ ആശ്രയിച്ച് മാത്രമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം, ഇന്നലെ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇന്ന് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ എൻ്റെ ജീവിതം എൻ്റെ കൂടെയുണ്ട്. ഇത് എനിക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവുള്ളൂ. മറിച്ച് നിങ്ങളെ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളോട് സഹകരിക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ, അവർ ഓൾറെഡി അവരുടെ ശരീരത്തിൽ അവർക്ക് ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം ഏതെല്ലാം രീതിയിലൂടെ കടന്നു പോയിട്ടുണ്ടോ ആ വേദനയുടെ ബേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നന്നാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങളിൽ നിരന്തരം വേദന ഉണ്ടാക്കുന്ന പ്രവൃത്തികളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ്? അത് ഇവരുടെ കുഴപ്പമല്ല. കാരണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശുദ്ധി ചെയ്തെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് വേദനയായിട്ട് കാണപ്പെടുന്നത്. അപ്പം നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളിലുണ്ടാവുന്ന മാറ്റത്തെ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുമ്പോഴാണ് ഇവരുമായിട്ട് നല്ലൊരു ബന്ധം വരുന്നത്. അല്ലെങ്കിൽ അവർ കുറേ വേദന നിങ്ങളിലേക്ക് ഇട്ട് തരുന്നത്, അവരെന്താ അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളും വേദനിക്കണം. അപ്പോൾ രണ്ടുപേരുടെയും വേദനകൾ മാത്രമാണ് പരസ്പരം എക്സ്ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണോ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണോ അതോ നിങ്ങളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണോ? രണ്ട് ഭാഗത്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇവരുടെ അടുത്തേക്ക് വേദനയെ പാസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം അങ്ങനെ വേദനയെ നിങ്ങൾ ഇപ്പുറത്തേക്ക് പാസ് ചെയ്യണില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗം മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. എന്നിട്ട് അത് നന്നാക്കി ചെയ്യാനുള്ള, കാരണം അത് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. മറ്റൊരു നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന്, നിങ്ങൾക്കറിയാം നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെന്ന്. സങ്കടപ്പെടരുത്, വിഷമിക്കരുത്, എൻ്റെ ജീവിതം എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകണം എന്നെല്ലാം ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നടക്കണില്ല. കുറച്ച് സമയം എന്നെ ശ്രദ്ധിക്കുമ്പോഴത്തിന് പിന്നെയും എനിക്ക് ചുറ്റുപാടിനെ ശ്രദ്ധിക്കാനുള്ള താല്പര്യമാണ് എന്നിലുണ്ടായി വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. ഇത് നമ്മൾ ആദ്യം വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ മാനസികാവസ്ഥ ഇത് എപ്പോഴാണ് എൻ്റെ കുറ്റമായിട്ട് മാറുന്നത്? കാരണം ഞാൻ ഏറ്റെടുത്തതിന് ശേഷം എന്നിട്ടും ഞാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇന്ന് തിരുത്താനുള്ള അവസ്ഥ എന്നിലില്ല. കാരണം എന്നെ വേദനിപ്പിക്കുന്നവർക്ക് എന്നെ വേദനിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഞാനിരിക്കുന്നത്. കാരണം എൻ്റെ വേദനയെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ വർക്ക് ചെയ്യണില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള എൻ്റെ ബന്ധം എൻ്റെ മാനസിക തലത്തിൽ മാത്രമേ ഉള്ളൂ. മറിച്ച് ഞാൻ എന്നിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങനെയുള്ള ആ നല്ല നിമിഷങ്ങളെ എൻ്റെ ഭാഗമാക്കി മാറ്റാത്തത് കൊണ്ട് തന്നെ എന്നിലുള്ള വേദന അവിടെ തന്നെ കിടക്കുക. അപ്പം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിൽ നിന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവരെ അങ്ങോട്ട് പാസ് ചെയ്യുന്ന ആ എനർജിയെ നമുക്ക് നമ്മളിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? ഓക്കെ, അവർ വേദനിക്കാതിരിക്കുമ്പം അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്തിട്ട് എൻ്റെ ജീവിതം എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മറ്റേതെന്താണ്? എൻ്റെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഈ പറയുന്ന ആളുകളെ ആശ്രയിച്ചിട്ടാണ്.
ഈ പറയുന്ന ആളുകൾ നന്നായാലേ എൻ്റെ ജീവിതം നന്നായി കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുള്ളൂ എന്നുള്ള ചിന്തയാണ് നമ്മൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തത്. കാരണം മറ്റുള്ളവരെല്ലാവരും എൻ്റെ ഉത്തരവാദിത്തത്തിലാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യണം. ഇതാണ് നമ്മളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുമ്പം മറ്റുള്ളവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവനെ തോൽപ്പിക്കുമ്പോഴാണ് ഇത്രയും കാലം നമുക്ക് ആസ്വാദനം കിട്ടിയത്, അല്ലെങ്കിൽ നമ്മളെ 10 പേര് അംഗീകരിക്കണ ഭാഗം വന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മൾ സമമാണ്. കാരണം നമുക്ക് വേണ്ടത് സമാധാനമാണെന്ന് നമ്മളിന്ന് തിരിച്ചറിഞ്ഞ്. അതുകൊണ്ട് തന്നെ ആ സമത്വത്തിൻ്റെ ഭാഗമാണ്. ഞാനും അടുത്തുള്ളവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവൻ ചിലപ്പം ഡോക്ടറാവും, ഞാൻ ചിലപ്പം കൂലിപ്പണിക്കാരനാവും. പക്ഷെ 2 പേരും നിലനിൽക്കാനുള്ള കാരണം ഒന്ന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഇന്ന് നമുക്കുള്ള ബന്ധം, അല്ലേ? അപ്പം അവിടെ മാത്രമല്ല, ആ സമത്വത്തിലല്ലേ നമുക്ക് സമാധാനം കിട്ടൂ. കാരണം നമ്മളെ സൃഷ്ടിച്ചത് നമ്മളല്ല, അവരെ സൃഷ്ടിച്ചതും നമ്മളല്ല. നമുക്ക് നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് ചേർന്നിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ചേർന്നിരിക്കാൻ അപ്പുറത്തുള്ള ആൾക്ക് താല്പര്യമുണ്ടെങ്കിലേ അവിടെ സഹകരണം സാധ്യമാവുള്ളൂ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് പതിക്കുകയും നിങ്ങളുടെ തെളിച്ചത്തിനനുസരിച്ചാണ് ഞാൻ പറയുന്നത് പൊട്ടത്തരമാണോ അതോ എന്നിലും ഇതുപോലത്തെ അവസ്ഥയുണ്ടോ എന്നുള്ള ഭാഗമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അവിടെ ആ ഒരു വ്യക്തി വേണം. അപ്പോൾ ആ ഒരു വ്യക്തി ഓൾറെഡി റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ, ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയെങ്കിലും ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്നത് അവനൊരു ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആശയമായിട്ട് മാത്രമേ കേൾക്കാനും കാണാനും പറ്റുള്ളൂ. മറിച്ച് അവിടെ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതുമായിട്ടൊക്കെ എന്നിലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കല്ലേ. അപ്പോൾ ആ തെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയാണ് തെളിയണതെങ്കിൽ ആ തെളിച്ചത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തായാലും, കാരണം ഞാൻ ഉണ്ടാക്കിയതല്ലല്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകാനുള്ള എല്ലാ വഴിയും അത് തുറന്നു തരും. കാരണം ദാറ്റ് ഈസ് യൂണിവേഴ്സൽ, അല്ലേ? നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല, നമ്മൾ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ അതെന്നും അതുപോലെ നിലകൊള്ളുന്നുണ്ട്, അല്ലേ? അപ്പം അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. അതിലിരുന്നു കൊണ്ട് മാറ്റത്തെ അറിയുന്ന ഒരാളെ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഇത് മൂന്നാമതൊരാൾ അവനെങ്ങനെയാണോ അവൻ്റെ ജീവിതം കൊണ്ടുപോണത് അതിനെ വ്യവസ്ഥപ്പെടുത്തിയിട്ടേ അവനിത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ നിങ്ങളോടൊരു കാര്യം വന്ന് പറയാണ്, ഓക്കെ ഷാഫി ഇങ്ങനെയും പറയുന്ന പൊട്ടത്തരം പറയുന്നുണ്ട്, നീ അവനെ കേൾക്കരുത്. ഇനി അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയാവാം, നിങ്ങളുടെ ഭർത്താവാം, നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാവാം, മക്കളാവാം, ആര് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ജീവിതത്തിൽ വില കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഗുരു തന്നെയാവാം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, കാരണം അവർക്ക് നിങ്ങൾ കൊടുത്ത ഒരു സ്ഥാനം, ആ ഒരു സ്ഥാനം ഉപയോഗിച്ചിട്ട് അവർ നിങ്ങളോട് എന്നെ കേൾക്കണ്ട എന്ന് പറയുമ്പം നിങ്ങൾ കേൾക്കുക, അത് നിങ്ങളുടെ കാര്യം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ, ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് വരെ നിങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലോ ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടായിട്ടില്ല. ഓക്കെ? പക്ഷെ വേറൊരാളുടെ സംസാരം കേട്ട് നിങ്ങളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അതിന് 100 കൂട്ടം കാരണം ഉണ്ടാവും. കാരണം എന്താ, സമൂഹത്തിൽ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ അനുസരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി എന്ത് ന്യായങ്ങൾ നിരത്തിയാലും നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം എടുത്ത് കളയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അവിടെ ഒരു അനുഭവമുണ്ട്. ഓക്കെ? നിങ്ങളുടെ ശരീരം അവിടെ നിങ്ങൾ അനുഭവിക്കുമ്പം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കോട്ടവും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്നൊരു ഭാഗമുണ്ട്. അതല്ലേ നിങ്ങളുടെ സത്യസന്ധത. ആ സത്യസന്ധതയിൽ ഇരുന്നാലല്ലേ ഈ കാര്യങ്ങളെ സ്വന്തമായിട്ട് മനസ്സിലാക്കാനും ബുദ്ധിയും ബോധവും വിവേകവും എന്തെല്ലാമാണോ ആ സൈഡിലുള്ളത് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എൻ്റെ ജീവിതം എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞു തരുന്ന ആൾക്കാർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞു തരുന്ന ആൾക്കാർ പറയുന്നതിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ശരീരം നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? 100% സത്യസന്ധതയിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ?
എന്നെക്കൊണ്ട് പറ്റണില്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെക്കൊണ്ട് മതത്തിലോ പുസ്തകത്തിലോ എഴുതിയ രീതിയിൽ 100%, കാരണം ആ 100% എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ എൻ്റെ സർവ്വ സ്വാതന്ത്ര്യത്തിലിരുന്ന് ഞാനത് ചെയ്തിട്ട് ഏത് രീതിയിലാണ് എനിക്ക് അനുഭവം കിട്ടുന്നത്, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുക. നമ്മൾ മിക്ക ആളുകളും പലരുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പുറകെ നടക്കുക. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു അവസ്ഥ ഉണ്ടെങ്കിലല്ലേ ഞാൻ ഇയാളുടെ പുറകെയാണ് നടക്കുന്നത്, എന്നിട്ടും അവിടുന്ന് എനിക്ക് യാതൊരു റെസ്പോൺസും കിട്ടണില്ല എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തണ്ടേ. ഇത് നമുക്ക് അയാൾ മാത്രമാണ് നമ്മുടെ ടാർഗറ്റെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനുള്ളൊരു അവസരം കിട്ടുക? ഒരിക്കലും കിട്ടാൻ പോണില്ല. ഇവിടെയാണ് നമ്മൾ അക്രമ സ്വഭാവത്തിലേക്കും അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്ന ഭാഗത്തേക്കും പോണത് അല്ലേ. മറിച്ച് നമ്മൾ നേരെ നിൽക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും നമുക്കത് പരിശോധിക്കാൻ പറ്റും. ആ പരിശോധിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നമ്മളിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കാണണ്ടേ. ഇപ്പം നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്, നമ്മൾ കാണുന്നു, നമ്മൾ വിഷമിക്കണ്, അയാൾ എന്നോട് മിണ്ടണില്ല, അല്ലെങ്കിൽ എനിക്ക് അയാൾ ഇഷ്ടമാണ് പക്ഷെ അയാൾ റെസ്പോണ്ട് ചെയ്യണില്ല. ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണല്ലോ. അപ്പോൾ അതിനെ ബഹുമാനിക്കണ്ടേ, എൻ്റെ അനുഭവത്തെ ഞാൻ ആരാധിക്കണ്ടേ. കാരണം ആ അനുഭവമാണ് ഞാനിപ്പോൾ സങ്കടപ്പെടുകയാണ്, വിഷമിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് എന്നെ കാണിച്ചു തരുന്നത് അല്ലേ. അപ്പം ആ കാണിച്ചു തരുന്ന ആൾ അവിടെ നിരന്തരം നമ്മുടെ കൂടെ ഇല്ലേ. അപ്പം അയാളുമായിട്ട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ഇന്ന് എന്താണോ എന്നെ വിഷമിപ്പിക്കുന്നത് അത് വിഷമമില്ലാത്ത ആളുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആ വിഷമം നമ്മളെ ബോഡിയിൽ നിന്ന് വിട്ടു പോയല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ കുടുംബത്തിലാണ് നമ്മുടെ അമ്മ നമ്മളോട് മിണ്ടണില്ല, അച്ഛൻ നമ്മളോട് മിണ്ടണില്ല, ഓക്കെ, നിങ്ങളുടെ ഈ ശരീരം അത് തന്നെയല്ലേ അവരുടെയും ശരീരം. അപ്പോൾ ഇന്ന് ഈ തിരിച്ചറിവ് നിങ്ങൾക്കാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ തിരിച്ചറിവുമായിട്ട് ചേർന്നിരുന്ന നിങ്ങളുടെ ശരീരം ഉണ്ടാകാനുള്ള കാരണം തന്നെയല്ലേ അവരുടെ ശരീരവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവരെന്തെല്ലാം രീതിയിലുള്ള ചപ്പു ചവറുകൾ നിങ്ങളിലേക്ക് ഇടുമ്പോഴും നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമാധാനമാണ്. അപ്പോൾ ആ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സമാധാനത്തിലേക്ക് എത്തുകയല്ലാതെ വേറെ എന്തെങ്കിലും വഴി ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടോ? ഇനി അങ്ങനെ ആരെങ്കിലും വരൂല എന്ന് വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവർ തട്ടിപ്പോവല്ലാതെ വേറെ എന്താ ഓപ്ഷനുള്ളത്? അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ പാപ്പ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് അവർ എൻ്റേതായതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. കാരണം ഞാൻ എന്താണോ ഏത് സത്യത്തിലാണോ ഞാനിരിക്കുന്നത്, എന്നെ എത്രത്തോളം നന്നാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്, അതിനനുസരിച്ചല്ലേ കാര്യങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ റോഡ് മുറിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ പോണത്, ഓക്കെ എന്ന് കരുതിയിട്ട് എൻ്റെ ഉമ്മ റോഡ് മുറിച്ച് കടക്കുമ്പം എൻ്റെ ഉമ്മ റോഡ് മുറിച്ച് കടക്കണ ഭാഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി വന്ന് തട്ടിയിട്ട് അവർ തട്ടിപ്പോവും. നമുക്കവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കവിടെ ചെയ്യാനുള്ളത് എന്താ? നമ്മളിതാ ഈ നിമിഷം അവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം അവരെ വിളിച്ചാൽ അവരുമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്നലെ വരെ നമ്മൾ ഉണ്ടാക്കിയെങ്കിലും ഇന്ന് നിമിഷം ഇത് കേൾക്കുമ്പം നിങ്ങൾക്കത് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മം അവിടെ തീർന്ന്. വിട്ടുകൊടുക്കാൻ സാധിക്കണില്ലെങ്കിൽ നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യുമ്പം ഈ പൊസിഷനിൽ നിങ്ങളും എത്തിയേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ളൊരവസ്ഥ മറ്റൊരാളോട് വാശിയോ വൈരാഗ്യമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അനുസൃതമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ പല സ്ഥലത്തും വേദനയും പ്രശ്നങ്ങളും ഉണ്ട്. നിങ്ങൾക്കൊരു മനസ്സ് മാത്രമാണ് എല്ലാം ചിന്തിക്കാനും എല്ലാത്തിൻ്റെ പുറകെ ഓടാനുള്ളത്. പക്ഷെ നിങ്ങളുടെ ശരീരം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വേദനയും ടൈറ്റും പെയിനും പല രോഗങ്ങളുമാണ് നിങ്ങൾക്കുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പല ബന്ധങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ വേദനയും പ്രശ്നങ്ങളെയും പതുക്കെ നിങ്ങൾ റിപ്പയർ ചെയ്തെടുക്കുമ്പം ഈ പുറത്ത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന ഭാഗം ഒരിക്കലും വരാൻ പോണില്ല. അപ്പോൾ എത്രത്തോളം വലിയ മുറിവാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലാണ്. ബന്ധത്തിൻ്റെ പേരിൽ വേദനിക്കുന്നത് നമ്മുടെ ഉൾഭാഗവും നമ്മുടെ ഉള്ളിലെ രോഗാവസ്ഥയുമാണ്. അപ്പം നിങ്ങൾ 100% ശരിയായിട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ, 100% നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? അപ്പം 100% നിങ്ങൾ നിങ്ങളുടെ യോഗത്തിലാണെങ്കിൽ അവിടെ രോഗമില്ല.
അപ്പോൾ ഞാൻ 100% എൻ്റെ യോഗത്തിലാണ്, പക്ഷേ എനിക്ക് രോഗമുണ്ടെന്ന് പറയുന്നത് അത് നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. 100% രോഗത്തിലും 100% ശ്രദ്ധയിലുമാണെങ്കിൽ അവിടെ അപകടമില്ല. കാരണം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പം അപകടമില്ലാത്ത സമയങ്ങളില്ലേ? അപകടം വരുമ്പം ഞാൻ ശ്രദ്ധിച്ചിരുന്ന് പറയുന്ന ആള് അപകടമില്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ അപകടമില്ലാത്ത അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അപകടം ഇല്ലല്ലോ. അപ്പോൾ അപകടം വന്നിട്ടും ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു, അപ്പോൾ അപകടം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വേറെന്തോ കാര്യം ശ്രദ്ധിച്ച്. ഇത് ഭയങ്കര സിമ്പിളാണിത്. ഇതെങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും അവനവനെ ശ്രദ്ധിച്ചു കൊണ്ടുപോവുക. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് തന്നെയല്ലേ ദേഷ്യം, ഇതിൻ്റെ ഉള്ളിലുള്ളത് തന്നെ വല്ല വാശി, ഓക്കെ. പക്ഷെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ട്രിഗർ ചെയ്യിക്കണത്? അപ്പോൾ എന്തായാലും ദേഷ്യം വരും, ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ എന്തായാലും ദേഷ്യം വരും, ഓക്കെ വരട്ടെ. എന്തുകൊണ്ടാണ് ദേഷ്യം വരണത് നോക്ക്. കാരണം ദേഷ്യം വരണമെങ്കിൽ ഇത് വരുന്ന ഭാഗത്ത് ദേഷ്യം ഇല്ലല്ലോ. ഒരു നോർമൽ അവസ്ഥയിൽ നിന്നല്ലേ നിങ്ങൾ ദേഷ്യത്തിലേക്ക് പോണത്. അപ്പോൾ ഈ നോർമൽ അവസ്ഥയിൽ നിൽക്കുന്ന ആ ഭാഗത്തിനാണ് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നതെന്ന് കണ്ടൂടെ? ഇതിന് പ്രത്യേക റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മൾ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിലനിൽക്കുന്ന കുറേ മതങ്ങൾ, കുറേ ആചാരങ്ങൾ, ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും എൻ്റെ ഉള്ളിലെ ഞാനിനെ അറിയാനാണെന്നുള്ള ആ തിരിച്ചറിവ് ഉപയോഗിച്ച് അതിനെ അറിഞ്ഞാൽ മതി. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ആ സ്റ്റെപ്പ് എടുത്ത് വെക്കണം എന്ന് പറയണമെന്ന് കാരണം എന്താ? കാരണം കുറേ ആൾക്കാർ നിങ്ങളെ ഉപയോഗിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് യാതൊരു ഉപയോഗമില്ല. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് നോക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഒരു ഗുരുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ വായിച്ചിട്ട് അതിലുള്ള അറിവുകളാണ് നിങ്ങൾ ഷെയർ ചെയ്യണത്. അല്ലാതെ ആ അറിവുകൾ നിങ്ങളുടേതാക്കിയിട്ട് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്, സമാധാനത്തോടെ ജീവിക്കുന്നത്, ഇതെന്തേ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? ഇത് പറയുമ്പം മാത്രമല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ആ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പുറത്ത് കടന്നതെന്നും പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി എനിക്ക് സമാധാനം ഉണ്ടെന്നും പറഞ്ഞിട്ട് ആള് രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ വീട്ടിലെ ജനലിൻ്റെ പാളി നിറയെ ഗുളികകളും കഷായങ്ങളും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പൊട്ടിത്തെറിക്കുന്ന ആളുകളുമാണ് കൂടെ ഉള്ളതെങ്കിൽ എവിടെയാണ് ഇത് വർക്ക് ചെയ്യണത്? നമ്മളിത് വർക്ക് ചെയ്യണ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചേ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറിയേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ണുടച്ച് വെച്ച് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അറിയാൻ പറ്റുന്നിടത്ത് പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നുമില്ല. അത് പച്ചവെള്ളം കുടിക്കണ പോലെ. പക്ഷെ ആ പച്ചവെള്ളം കുടിക്കണ അവസ്ഥക്കൊന്ന് സ്ഥാനം കൊടുത്ത് അതിനൊന്ന് ഫീൽ ചെയ്തേ. അൽമന്തിയും കുഴിമന്തിയും അൽഫാമും കഴിക്കുമ്പം കിട്ടുന്ന ടേസ്റ്റ് നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് കൊണ്ടുവന്നേ പതുക്കെ. അതിനൊരു രുചി ഉണ്ടല്ലോ, ആ രുചിയെ ഒന്ന് പതുക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയേ. സംഭവം ഭയങ്കര സൂപ്പറാണ്, ഒരു രക്ഷയില്ല, 100% സൂപ്പറാണ്. അതിൽ ഒരു സംശയവും വേണ്ട. അവനവനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തായ സംഭവമാണ്. നിങ്ങൾ ഏത് പെണ്ണിൻ്റെ പുറകെ നടന്നിട്ടും അവളെ സ്വന്തമാക്കാനോ, ഇനി അവൾ 100% നിങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിലും അവളത് പറയാൻ തയ്യാറാക്കാത്ത ഒരു അഹങ്കാരമാണ് അവളുടെ കയ്യിലുള്ളതെങ്കിൽ ആ ഒരു യെസ് പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യണത്. അവളെ കിട്ടിയിട്ട് എന്നിട്ട് എന്താ ചെയ്യാൻ പോണത്? പുഴുങ്ങി തിന്നാൻ പോകണ്ട. ഇനി പുഴുങ്ങി തിന്നിട്ട് നമുക്ക് അതോടെ നമ്മുടെ ജീവിതത്തിൽ മോക്ഷം കിട്ടുമോ? അങ്ങനെ ഇന്ന് വരെ ആരെങ്കിലും രക്ഷപ്പെട്ടിണോ? അപ്പോൾ ഒന്നിൻ്റെയും പുറകെ നടക്കല്ലേ. എല്ലാത്തിൻ്റെയും കൂടെയാണ് നമ്മൾ നടക്കേണ്ടതും നമ്മളെ നടത്തിച്ചു കൊണ്ടിരിക്കുന്നതും അല്ലേ. പിന്നെ എന്തിനാണ് ഒന്നിനെ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഒന്നിനെ ഓവർടേക്ക് ചെയ്യാനോ ഒന്നിനെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ നിൽക്കുന്നത്? ഒരാവശ്യമില്ല. കാരണം ഇതൊന്നു മാത്രമല്ലേ ഉള്ളൂ. കമ്പാരിസൺ വരുമ്പോഴല്ലേ, അല്ലെങ്കിൽ റിലേറ്റിവിറ്റി വരുമ്പോഴല്ലേ നമ്മളൊരു റിലേഷനിൽ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും അവനവൻ്റെ 2 കാലിലല്ലേ നടക്കണത്. ആ നടക്കുമ്പോൾ ഒന്ന് ഫീൽ ചെയ്തേ, അവനവനെ ഒന്ന് ഫീൽ ചെയ്തേ. ഭയങ്കര സൂപ്പറാണ്, ഒരു രക്ഷയില്ല. മനസ്സിലായ? മറ്റുള്ളവരെന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മളെന്താണ് ചെയ്യണതെന്ന് നോക്കി നമ്മളെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ അനുകൂലമായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. മറ്റത് എത്ര ആൾക്കാരെ കൺട്രോൾ ചെയ്യണം? എന്ത് കാര്യത്തിനാണ്? അവരെല്ലാവരെയും നമ്മുടെ ഭാഗത്താക്കിയിട്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ട്? തലവേദന മാത്രമല്ലേ ഉള്ളൂ.
അവരുടെ കാര്യം നോക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ അവർ സഹകരിക്കും. അവരെ മറ്റുള്ളവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രമാണങ്ങളാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ തത്തമ്മയെ പൂച്ച എന്ന് പറയും. അവരെ കൂടെ കൂട്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല. കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ആയുഷ്കാലം മുഴുവൻ പണിയെടുത്ത് ഏത് നിമിഷവും കട്ട് ഓഫ് ആക്കുന്ന ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനത്തെ? നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ലൈംഗികമായ സുഖത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കുറച്ച് സമയം മാറ്റി നിർത്തും. അമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഭാര്യയുമായിട്ടുള്ള താല്പര്യത്തിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെടും. കുറച്ച് കഴിയുമ്പം ഈ ഭാര്യ നിങ്ങൾക്കെതിരെ തിരിയുമ്പം അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പം അമ്മേനെ നിങ്ങൾ ഓൾറെഡി എതിരാക്കിയിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഭാര്യ വിട്ടുപോകുമ്പോൾ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ നിങ്ങളാകുമ്പോൾ പതുക്കെ നിങ്ങൾ ഡിപ്രഷനിലേക്കും ട്രോമയിലേക്കും പോകും. ഇന്നിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വിഷയമില്ല. കാരണം എന്താ? നമ്മളെ തിരുത്താൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ ആ അമ്മക്ക് ആ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ അമ്മക്ക് വേണ്ടി ഭാര്യനെ ഒഴിവാക്കിയതിനും ഭാര്യയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും. രണ്ടുപേർക്കും മനസ്സിലാവണില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കിയ ഭാഗം എക്സ്പോസ് ചെയ്താൽ മതി. നമ്മുടെ മാനസികാവസ്ഥ മാറ്റിയാൽ മതി. നമുക്ക് സമാധാനം കിട്ടുമല്ലോ. അവരെങ്ങനെ ഇരിക്കണമെന്നുള്ള ഭാഗം അവർ നോക്കട്ടെ. 10 വർഷമോ 100 വർഷമോ എടുത്തിട്ട് അവർ സഹകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർ സഹകരിക്കട്ടെ. നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ ഉമ്മനെയും ബാപ്പനെയും ഒന്നും എനിക്ക് വിളിക്കാൻ പോലും പറ്റൂല. കാരണം എന്താ? മതത്തിൻ്റെ ഭാഗത്ത് അവരൊക്കെ ജയിലിലാക്കിയിട്ടിക്കുക. പക്ഷെ അതിലവർ കംഫർട്ടാണ്. അവരതിൽ കംഫർട്ടാണെങ്കിൽ നമ്മളെന്നും വിളിക്കാൻ തയ്യാറാണ്. ബാപ്പൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കണില്ല, പക്ഷെ നമ്മളിടയ്ക്ക് വിളിക്കും. നമുക്ക് അവർ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിളിക്കാൻ തോന്നുമ്പം വിളിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടായാൽ മതി. എടുത്ത് ചിലപ്പം തെറിയാവും പറയാം, ഒരു കുഴപ്പമില്ല. എന്നെ വിളിക്കരുതെന്ന് പറയും, ഓക്കെ, ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ താല്പര്യം നമ്മുടെ ഉള്ളിലാണ്. അതിനെ നന്നായിട്ട് താല്പര്യത്തോടെ കൊണ്ടുപോയാൽ മതി. ആ താല്പര്യത്തിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കണം എന്നുള്ളൊരു ഭാഗം, അല്ലെങ്കിൽ അവരിങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു താല്പര്യം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഗായ്സ്. നമ്മൾ വിചാരിച്ച പോലെ മറ്റുള്ളവരാകുമ്പോൾ കുറച്ച് സമയം ഒരു രസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇതൊക്കെ തലവേദന. സോ എൻജോയ് യുവർ പൊസിഷൻ, എൻജോയ് യുവർ ഫ്രീഡം. ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ, അത് മാത്രം പോരാളിയാ.